നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ദൈവജനം കേൾക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകത്തിൽ തുടർന്ന് ബാക്കി 64 പുസ്തകങ്ങളിലും തുടർന്ന് വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലുമുള്ള വിഷയങ്ങളെ രത്ന ചുരുക്കത്തിൽ അപഗ്രഥിച്ച് വിചിന്തനം ചെയ്യുന്ന ഒരു വേദ പഠന പരമ്പരയാണിത്. അതിൽ ധാരാളം വിഷയങ്ങൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ പത്രോസ് 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്യം കുറിവാക്യമാക്കിയുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ താന് ലേഖനം എഴുതിയത് ആർക്കാണെന്ന് ഒരു വാക്യം വായിച്ച് ശ്രദ്ധിക്കാം. ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും, ആസ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുമുണ്ട്, ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായ വൃതന്മാർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന പത്രോസിൻ്റെ കാലത്തെ ആസ്യയിലും ബിഥുന്യയിലും മാത്രം പാർക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമല്ല, എക്കാലത്തും ലോകത്തിൽ എവിടെയും പാർക്കുന്ന സകല വിശുദ്ധന്മാർക്കും വേണ്ടി എഴുതപ്പെട്ടതായതുകൊണ്ടാണ് ഇന്നും സ്ഥലകാല വ്യത്യാസമില്ലാതെ നാം ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിൽ കണ്ട വിഷയം മാത്രം അല്ലാതെ ദൈവസഭയ്ക്കും ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്കും ദൈവം നൽകിയിരിക്കുന്ന വിവിധ വരങ്ങളാകുന്ന വീര്യപ്രവൃത്തികളുടെ വരം, രോഗശാന്തിയുടെ വരം, പ്രവചനവരം, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 12-ാം അധ്യായം 28-29. 12-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ഇന്ന് കൃപാവരത്തെക്കുറിച്ച് അറിവില്ലാത്ത പോയതാണ് ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് കൃപാവരപ്രാപ്തന്മാർ ലോകമൊക്കെ ചുറ്റി സഞ്ചരിച്ച് പ്ലാറ്റ്ഫോം ഇളക്കി എന്തെല്ലാം കാണിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ രോഗസൗഖ്യം നടത്തിയ ശേഷം തിരിച്ചു വന്ന ശേഷം പറഞ്ഞു, ഭൂതശാന്തിയും ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട കേട്ടോ. ഈ ഭൂതമെന്ന് പറയുന്ന ലൂസിഫർ ആദ്യം വെട്ടി വീണതു തൊട്ട് കണ്ടവനാണ് ഞാൻ. പിന്നെ നിങ്ങൾ എന്തിനാണ് സന്തോഷിക്കേണ്ടത്? നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാതെ ദേശാന്തരികളായി സഞ്ചരിച്ച് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും വരികയും ചെയ്യും. എന്തിനധികം ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരെ വെളിപ്പെട്ടവരുടെ ചരിത്രം ലോകത്തിലില്ലേ? അവരെല്ലാം എവിടെ? അപ്പസ്തലന്മാരെ സംശയത്തോടുകൂടെ നോക്കി വീക്ഷിച്ച ഒരു തലമുറയുടെ നടുവിൽ അപ്പസ്തലന്മാരായ യോഹന്നാനും പത്രോസും യെരുശലേമിൽ ചെയ്ത അത്ഭുത ശുശ്രൂഷയുടെ പരിണതഫലമായി അവരെ കോടതിയിൽ കൊണ്ടു നിർത്തി അവരെ വിസ്തരിച്ച് കൊന്നുകളയുവാൻ വരെ അനുവാദം ഉള്ള ആ സന്ദർഭത്തിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. നിങ്ങൾ 5-ാമത്തെ അധ്യായം അപ്പസ്തല പ്രവൃത്തിയിലുള്ള ഒരു ചരിത്രം, ഗമാലിയേൽ എന്ന അപ്പസ്തലനായ പൗലോസിൻ്റെ അധ്യാപകനും ഗുരുവുമായിരുന്ന യഹൂദ രാജ്യത്തിലും ദേശത്തിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ, അവനോട് ന്യായാധിപ സംഘത്തിൽ വരുത്തി ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരുവനെ, പരീശനെ, വേദപുസ്തകം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് സൂക്ഷിക്കണം. ഈ നാളുകൾക്ക് മുൻപ് തദ്ദാസ് എന്ന ഒരുവൻ എഴുന്നേറ്റ്, തദ്ദാസ് എന്ന പദത്തിൻ്റെ അർത്ഥം തിയൂദോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവൻ ശക്തനാണെന്ന്, ദൈവശക്തിയുള്ളവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ പോലെ ശക്തിയുള്ള തിയൂദോസ്. അവൻ എന്ത് ചെയ്തു? 400 പുരുഷന്മാർ കൂട്ടി ഒരു വേല, ഒരു സഭ സ്ഥാപിച്ചു. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ നശിച്ചുപോയി. അവനെ അനുസരിച്ചവർ നശിച്ചു. അതിനുശേഷം ഗലീലക്കാരനായ യൂദ എന്ന് പറഞ്ഞാൽ ആരാധന, വർഷിപ്പിംഗ് ആളുകളായി ഇന്നത്തെ കാലത്ത് കൂടുതൽ നടക്കുന്ന ചില സ്ത്രീകളൊക്കെ പ്ലാറ്റ്ഫോമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി ചെയ്യുന്ന
ആരാധനയൊക്കെ കണ്ടാൽ, വാർഷിപ്പ് ലീഡേഴ്സിനെ കാണുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പൗലോസിൻ്റെ കൽപ്പന. പൗലോസ് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, മൗനമായിരിക്കാനല്ലാതെ പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ സ്ത്രീകളാണ് സഭയിൽ എഴുന്നേറ്റ് പുരുഷന്മാരെ എഴുന്നേൽപ്പിച്ച് ആരാധീര് 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 എന്നൊക്കെ പറഞ്ഞ് ടാമ്പറിനടിച്ച് കുലുക്കി പറയുന്നത്. ഇതൊക്കെ തിരുവചനത്തിലുള്ള കാര്യങ്ങളല്ല. ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് പെന്തക്കോസ്ത് കോളത്തിലാണെന്നുള്ള ദുഃഖത്തോടുകൂടെ പറയട്ടെ. യൂദ കർത്താവ് ജനിക്കുന്ന കാലത്ത്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, പേർവഴി ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് തൻ്റെ ജനത്തെ, ഒരുപക്ഷം ജനത്തെ തൻ്റെ പക്കലേക്ക് വശീകരിച്ചു. അവനും നശിച്ചു, അവനുള്ളവരും നശിച്ചു. ആ കൂട്ടത്തിലാണ് ഇവർ 2 പേരും ബാക്കി 10 പേരും ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഗമാലിയേൽ പറഞ്ഞു, അതുകൊണ്ട് സൂക്ഷിച്ചോണം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ വേഗം അത് നശിച്ചു പോകും. ദൈവത്താലുള്ളതാകുന്നുവെങ്കിൽ നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, പോളാസിർലോറി തൊട്ട് എത്രയോ പ്രഗംഭന്മാർ ഇവിടെ എഴുന്നേറ്റ് പല സഭകളും സ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ച് സ്വന്തം മണിമന്ദിരങ്ങളും മറ്റും ഉണ്ടാക്കി. എറണാകുളത്തൊരു വലിയ സ്ഥാപനം നടത്തുന്നില്ലേ, അവനാണ് യേശു എന്നും പറഞ്ഞ്. അവനെക്കുറിച്ച് എത്രയോ വിഷയങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എംപറർ അശോക, ആ സ്ഥലത്തിൻ്റെ പേര് എംപറർ ഇമ്മാനുവേൽ. എവിടെ? അവിടെ നടക്കുന്ന അഴിമതി ഇത് തീർന്നില്ല കേട്ടോ. ഇന്ന് എവിടെല്ലാമാണ് ഇപ്രകാരത്തിലുള്ള അഴിമതികൾ നടക്കുന്നത്. അതിനെ ഭരിക്കുന്നവരും ഭരിക്കാത്തവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ദുഃഖകരമാണ്. ദൈവസഭയ്ക്കും ദൈവസഭയിലെ ശുശ്രൂഷന്മാർക്കും ദൈവം നൽകിയിരിക്കുന്ന വിവിധ വരങ്ങൾ മാത്രമാണ് ഇത്. വരങ്ങൾ, കൃപാവരങ്ങൾ, അത് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ളതല്ല. പഴയ നിയമത്തിലെ ഒരു ഭാഗം കൂടെ ഇത്തരണത്തിൽ പറയട്ടെ. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായം. ആത്മപ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന ഏലിയാവ്, അവൻ്റെ ശിഷ്യനായിരുന്ന എലീശ, ഇവരാരും പണത്തിൻ്റെ പുറകെ പോയിട്ടില്ല. പണം അവരുടെ അടുക്കൽ വന്നപ്പോഴും ആ പണം വേണ്ടെന്ന് പറഞ്ഞു വിട്ടവരാണ് എലിയാവ്, എലീശ മുതലായ പ്രവാചകന്മാർ. എന്നാൽ ദുഃഖത്തോടുകൂടെ പറയട്ടെ, എലീശ എന്ന പ്രവാചകന്റെ സഹായിയായി നിന്ന ആ ഗെഹസി ഓടി നടന്ന് പണം വാങ്ങിച്ച് തോട്ടവും സ്വത്തും സമ്പാദിച്ച് കുഷ്ഠവും ബാധിച്ച് അടങ്ങിയിരിക്കുന്നത് പോലെ, എങ്ങും വരുവാൻ അനുവാദമില്ലാതിരിക്കുന്നത് പോലെ, ഇന്നത്തെ തിരുവചനത്തിന് വിരീതമായി നടക്കുന്ന എല്ലാവരും എല്ലാവരാലും തള്ളപ്പെട്ട് അടങ്ങി ഒരിടത്തിരിക്കും എന്നുള്ളതിന് ഇരുപക്ഷം ഇല്ല. സ്തോത്രം. വിളംബരങ്ങൾ നടത്തി ആഡംബര ജീവിതം ചെയ്ത് അരങ്ങ് തകർത്ത് പ്രശസ്തി നേടി ഫസ്റ്റ് ക്ലാസ് വിമാനത്തിൽ യാത്ര ചെയ്ത് സദസ്സിൻ്റെ നടുവിലെ കസേരകൾ സിംഹാസനത്തിന് തുല്യമായി ഇട്ട് അതിലിരുന്നു കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ സദസ്സിനെ കൊണ്ട് കയ്യടി സമ്പാദിപ്പിച്ച് കൂലി പറഞ്ഞ് പണം നേടുന്ന ഗേഹസിമാർ ധാരാളം പേരുന്നുണ്ട്. അവരോട് എലീശ ചോദിച്ച ഒരു ചോദ്യം, ദ്രവ്യം സമ്പാദിച്ച് ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, 2 ചക്ര 4 ചക്ര വാഹനങ്ങൾ, തോട്ടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, ഫസ്റ്റ് ക്ലാസ് യാത്രകൾ, ശ്രേണിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ, 5 നക്ഷത്ര ജീവിത സൗകര്യങ്ങൾ നേടുവാനുള്ള കാലമാണോ ഇത്? സ്തോത്രം. ഈ കള്ളപ്രവാചകന്മാരുടെയും ശുശ്രൂഷന്മാരുടെയും മക്കൾ ജീവിക്കുന്ന ആഡംബര ജീവിതം കൂടെ ഒന്ന് നോക്കണം. കേരളത്തിൽ നിന്ന് വേറൊരു സംസ്ഥാനത്ത് പോയി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകൻ തിരുവനന്തപുരത്തുള്ള ഒരു സഭയിൽ പോയി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ മകൻ ചോദിച്ചു, ഈ നശിച്ചവരിടുന്ന 10 രൂപ നോട്ട്, ഈ നശിച്ചവരിടുന്ന 10 രൂപ നോട്ട് ആർക്ക് വേണം? എന്നിട്ടും അതെണ്ണുവാൻ ചില യന്ത്രങ്ങൾ ബാങ്കുകളിലെ പോലെ വീടുകളിൽ വെച്ച് അവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന്. പണം സമ്പാദിപ്പാനും തോട്ടങ്ങൾ നേടുവാനുമുള്ള കാലം ഇതാണോ? സ്തോത്രം. വാത്സല്യ വിശുദ്ധന്മാർ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിയാതെ പോകരുത്. ആത്മീയ വരങ്ങളെ ആത്മാവ് നൽകുന്നത് ജനത്തിൻ്റെ വരമായാലും ജ്ഞാനത്തിൻ്റെ വരമായാലും പരിജ്ഞാനത്തിൻ്റെ വരമായാലും വിശ്വാസത്തിൻ്റെ വരമായാലും രോഗശാന്തിയുടെയോ വീര്യപ്രവർത്തികളുടെയോ വരമായാലും പ്രവചനത്തിൻ്റെ വരമോ
പ്രവചനത്തിൻ്റെ വ്യാഖ്യാനമോ ഭാഷാപരമോ ആയാലും എല്ലാം വിഖ്യാതി നേടുവാനുള്ളതല്ല എന്നും മറന്നു പോകരുത്. ഒരുവൻ അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അവനും മനസ്സിലാകുന്നില്ല, കൂടിവരവിലും മനസ്സിലാകുന്നില്ല. 1971 ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നപ്പോൾ അവിടുത്തെ ഒരു സഭയിൽ ഒരു സഹോദരൻ കൂടെ വരപ്രാപ്തി വെളിപ്പെടുത്തി. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, അന്ന് എൻ്റെ ശുശ്രൂഷ ഞാൻ ആരംഭിച്ചിട്ടില്ല, ആ വ്യക്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സംസ്കൃതത്തിൽ അന്യഭാഷ സംസാരിക്കുന്നതാണ്. ഇയാൾക്ക് എന്താണ് അന്യഭാഷ, സംസ്കൃതം എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇന്ന് അദ്ദേഹം അടങ്ങി ഒതുങ്ങി അമേരിക്കയിൽ ഒരു ഭാഗത്ത് താമസമുണ്ട്. പോകട്ടെ, ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ആത്മീയ ഗോളത്തിൽ നടക്കുന്നുണ്ട്. ഏത് വരമായാലും അത് വരമാണ്, ദാനം ലഭിക്കുന്നതാണ്. ദാനം ലഭിച്ചത് ദാനമായി കൊടുക്കണം, കാശ് ആക്കുവാനുള്ള വാണിജ്യ ചരക്കല്ല കൃപാവരം എന്നുള്ളത് മറന്നു പോകരുത്. യേശു ക്രിസ്തു എന്ന ഏകപുരുഷനായ നമ്മുടെ ശരീരം എന്ന ദൈവസഭയുടെ തലയായ നിർമ്മല കന്യകയ്ക്ക് കൊടുത്തിരിക്കുന്ന പൊതുപ്രയോജനത്തിനായുള്ള വരമത്രേ ആത്മാവിൽ കൂടെ ലഭിക്കുന്ന കൃപാവരങ്ങൾ എല്ലാം. അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പദം, ദീസ് ഗിഫ്റ്റ്സ് ആർ ഗിവൺ ടു എവരി മാൻ ടു പ്രോഫിറ്റ് വിത്ത് ഓൾ, സകലർക്കും പ്രയോജനത്തിനായിട്ടാണ്. അല്ലാതെ ഇടത് കൈയും കൊണ്ട് വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പോക്കറ്റ് വീർപ്പിച്ചു കൊണ്ടുപോയി കാശുണ്ടാക്കുന്ന പരിപാടിയല്ല കൃപാവരങ്ങൾ എന്നുള്ളത് മറന്നു പോകരുത്. ഇതിന് കണക്ക് കൊടുത്തേ മതിയാകുള്ളൂ. ഇവിടെ നാം വായിക്കുന്ന എല്ലാ വരങ്ങളും കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 12 വാക്യം, നീങ്ങിപ്പോകും. ജ്ഞാനം, പ്രവചനം, ഭാഷാപരം ആദിയായവയെല്ലാം നീങ്ങിപ്പോകും. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 13 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നീങ്ങിപ്പോകാത്ത ഒരേ ഒരു വരം മാത്രം, അത് സ്നേഹമാണ്, അഗാപ്പെ. അത് നീങ്ങിപ്പോകുന്നതല്ല. അത് പൗലോസ് ലോകത്തിൽ ഇന്ന് വരെ ആരും എഴുതിയിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ ബഹുവിധ വശങ്ങളോടുകൂടെ എഴുതിയിരിക്കുന്ന ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ. അതിനു തുല്യമായ ഒരു അധ്യായം ലോകത്തിൽ ഇന്ന് വരെ ആരും എഴുതിയിട്ടില്ല, ഇനി എഴുതുവാൻ പോകുന്നതുമില്ല. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 13 അവിടെ കാണുന്ന പദമാണ് അഗാപ്പെ. അതിർത്തിയില്ലാത്ത, ആരംഭവും അവസാനവുമില്ലാത്ത, ആഴവും വീതിയും നീളവും ഉയരവും എന്താകുന്നുവെന്നറിയാൻ കഴിയാത്ത, ദൈവത്തോളം അത്രത്തോളം വലിപ്പമുള്ള സ്നേഹം. ആ സ്നേഹം കൊണ്ടത്രേ നിത്യനായ ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവം നിത്യൻ ആകയാൽ ദൈവത്തിൻ്റെ സ്നേഹവും നിത്യമാണ്. ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന ചില വാക്യങ്ങൾ കൂടെ ഇത്തരണത്തിൽ ശ്രദ്ധിക്കുക. യിരെമ്യാ പ്രവചനം 33:3, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:16, വിശുദ്ധ വേദപുസ്തകത്തിലെ 1000 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ചില വ്യക്തികളെയും കുടുംബങ്ങളെയും ചില സഭാസ്ഥാപകന്മാരെയും അവരുടെ മക്കളെയും മാത്രമല്ല, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചെന്ന് 13 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. സഭാ നേതാക്കന്മാരോട് ചോദിക്കട്ടെ, നേരിട്ടൊരു ചോദ്യം, ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടുവേലക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ സഭയിലെ എളിയവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ, എന്തിനാ അധികം പറയുന്നത്, യൂദയെപ്പോലും കർത്താവിൻ്റെ സ്നേഹം അളന്നു തീരുവാൻ കഴിയാത്ത വിധത്തിലല്ലേ സ്നേഹിച്ചത്. വിറ്റ കാശ് 30 വെള്ളിക്കാശും കീശയിൽ വെച്ചുകൊണ്ട് ഗെത്സമനെ തോട്ടത്തിൽ വന്നപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യം, നിങ്ങൾ ആരെ തേടുന്നു? നസറായനെ യേശുവിനെ. അത് ഞാൻ തന്നെ, അവനെ വിടുക. ആ സ്നേഹമാണ് ദൈവപുത്രൻ്റെ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 15:12, റോമർക്കെഴുതിയ 5:8, 8:31, 35, എഫെസർക്കെഴുതിയ 2:4, 14, 3:7. ആ സ്നേഹത്തിൽ നിലനിൽക്കാതെ നടത്തുന്ന ഏത് ശുശ്രൂഷയും, അത് ഏത് ശുശ്രൂഷയുമാകട്ടെ, മുകളിൽ നാം കണ്ടല്ലോ കൃപാവരപ്രാപ്തർ നടന്നത് ലോകം മുഴുവൻ അടിച്ച് തകർത്ത് നടത്തുന്ന ശുശ്രൂഷകൾ. എന്തിനാണ് ഈ ലോകം മുഴുവൻ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? പണം സമ്പാദിക്കുക എന്നുള്ള വിഷയമല്ലേ പുറകിൽ കിടക്കുന്നത് മുഴുവൻ.
ദൈവത്തിന് സ്തോത്രം. പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ ഇതിൻ്റെ പുറകിൽ ഉള്ളത്. ആ സ്നേഹത്തിൽ നിലനിൽക്കാതെ നടത്തുന്ന ഏതുവിധ ശുശ്രൂഷയും, അത് കൺവെൻഷൻ ആകട്ടെ, പ്ലാറ്റ്ഫോം ആകട്ടെ, വീട്ടുമുറ്റത്തെ മീറ്റിംഗ് ആകട്ടെ, റോഡ് സൈഡ് മീറ്റിംഗ് ആകട്ടെ, രാത്രി യോഗങ്ങളാകട്ടെ, ഓൾ നൈറ്റ് മീറ്റിങ്ങുകളാകട്ടെ, എല്ലാം ദൈവികം അല്ലെന്ന് മറന്ന് പോകരുത്. ആകയാൽ വളരെ ശ്രദ്ധയോടുകൂടെ വിചിന്തനം ചെയ്ത ശേഷം മാത്രം രാജകീയ പുരോഹിതവർഗം ശുശ്രൂഷ ചെയ്യുക, ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരുടെയും പ്രസാദം നേടുവാനും ആരുടെയും പ്ലാറ്റ്ഫോം തേടുവാനും അല്ല ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ദൈവം തന്ന ആ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം ലോകത്തിന് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. വിമർശനം പ്രതീക്ഷിക്കുന്നു. ആരുടെയും അപ്രീസിയേഷൻ, അഭിനന്ദനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സത്യമറിഞ്ഞ് സത്യത്തിന് സാക്ഷികളായി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. ദൈവം അതിനാവശ്യമായ കൃപ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ തിരുസന്നിധിയിൽ വിശുദ്ധന്മാരായ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ കൃപ കൊടുത്ത് എല്ലാവരെയും വഴി നടത്തി ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ തിരുവചനം പറയുന്നത് പോലെ ചെയ്യുവാൻ കൃപ തരുമാറാകണമേ എന്ന് പുത്രൻ്റെ ധന്യനാമത്തിൽ താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.